Hello friends, welcome back to our channel Urban Taste. Mutton ribs കൊണ്ടൊരു മട്ടൻ ഗ്രേവിയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 4 മട്ടൻ റിബ്സാണ് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റി കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മട്ടൻ വെന്ത് വന്നിട്ടുണ്ട്. നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 9 വിസിൽ വരെയാണ് വെച്ചത്. ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് പോവാം. ചെറിയ ഉള്ളി, തക്കാളി, ജിഞ്ചർ ഗാർലിക്, കറിവേപ്പില, വറ്റൽമുളക്, പച്ചമുളക് എന്നിങ്ങനെയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി നമുക്ക് പാനിൽ കുറച്ച് എണ്ണ ചൂടാൻ വെച്ച് ഇതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഞാൻ 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 25 ചെറിയ ഉള്ളിയും 2 പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള മസാലാസൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി റെഡ് ചില്ലിയാണ് എടുക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കാവുന്നതാണ്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല എന്നിവ ചേർത്ത് നന്നായിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മട്ടൻ വേവിക്കാൻ ഉപയോഗിച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൻ റിബ്സ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാലാസൊക്കെ നന്നായി പിടിക്കാൻ വേണ്ടി ഒന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു സെമി ഗ്രേവി ഡിഷായതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ചാറ് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മട്ടൻ റിബ്സ് ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട്. ഇതിനൊപ്പം കഴിക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി അപ്പം തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് നമുക്കിതിലേക്ക് മാറ്റി കൊടുക്കാം. മട്ടൻ റിബ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊരു സെമി ഗ്രേവി മട്ടൻ ഡിഷാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.